പ്രിയപ്പെട്ട ചേറൂർ ഹൈസ്കൂളിലെ എൻ്റെ മക്കളെ, നിങ്ങളിൽ ചിലർ ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ ഒരു വാഴ് പറയണമെന്ന് കുട്ടികൾ ആവശ്യപ്പെട്ടതനുസരിച്ച് ഒരു വാഴ് പറയാൻ ശ്രമിച്ചു നോക്കുകയാണ്. തെറ്റിയാൽ നിങ്ങൾ ക്ഷമിക്കണം. നമ്മൾ സാധാരണ നിസ്കാരത്തിൽ ഓതുന്ന സൂറത്ത് തന്നെയാണ് ഇന്നും പറയുന്ന വിഷയം. തറാവീഹ് നിസ്കാരത്തിലൊക്കെ സാധാരണ ഓതാറുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽ ഖാരിഅതു മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ യൗമ യകൂനുൻ നാസു കൽ ഫറാശിൽ മബ്സൂസ് വതകൂനുൽ ജിബാലു കൽ ഹനിൽ മൻഫൂസ് ഫഅമ്മാ മൻ സഖുലത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തിർ റാളിയ وأما من خفت موازينه فأمه هاوية وما أدراك ما هي نار حامية. അല്ലാഹു തആല അന്ത്യദിനത്തെപ്പറ്റി, ഖിയാമത്ത് നാളിനെപ്പറ്റി, അതിൻ്റെ ഭീകരതയെപ്പറ്റി അല്ലാഹു തആല വരച്ചിടുന്നതാണ്. വളരെ വ്യക്തമായി വരച്ചിടുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഖാരിഅ. അല്ലാഹു തആല പറയുന്നു, അൽ ഖാരിഅതു മൽ ഖാരിഅ. അൽ ഖാരിഅതു, ആ നടുക്കുന്ന, ആ പ്രഹരമേൽപ്പിക്കുന്ന ആ സംഭവം, ആ നടുക്കുന്ന സംഭവം, ആ പ്രഹരമേൽപ്പിക്കുന്ന സംഭവം, ആ മഹാസംഭവം. അൽ ഖാരിഅ ഖുർആനിൻ്റെ സാഹിത്യ പ്രയോഗമാണ് പ്രിയപ്പെട്ടവരെ. അൽ ഖാരിഅതു, ആ മഹാസംഭവം, ആ നടുക്കുന്ന പ്രഹരം എന്നൊക്കെ പല അർത്ഥവും അൽ ഖാരിഅ എന്നതിനുണ്ട്. ആ വലിയ സംഭവം. മൽ ഖാരിഅ, ഓ പുന്നാര നബിയേ, മൽ ഖാരിഅ, എന്താണ് ആ മഹാസംഭവം? വമാ അദ്റാക മാ ഹിയ വമാ അദ്റാക മൽ ഖാരിഅ. വമാ അദ്റാക മൽ ഖാരിഅ, ഓ നബിയേ, ആ മഹാസംഭവത്തെക്കുറിച്ച് തങ്ങൾക്ക് അറിയിച്ചു തന്ന വസ്തുത എന്താണ്? വമാ അദ്റാക മൽ ഖാരിഅ, ആ മഹാസംഭവം എന്താണെന്ന് തങ്ങൾക്കറിയാമോ? എന്താണ് നബിയെ തങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്? വമാ അദ്റാക മൽ ഖാരിഅ എന്ന് ചോദിച്ചുകൊണ്ട് അല്ലാഹു തആല തന്നെ അന്ത്യനാളിൻ്റെ ഖിയാമത്ത് നാളിൻ്റെ ഭീകരതയെക്കുറിച്ച് അല്ലാഹു തആല തന്നെ വരച്ച് കാണിക്കുന്നത് നിങ്ങൾ നോക്കൂ. യൗമ യകൂനുൻ നാസു കൽ ഫറാശിൽ മബ്സൂസ്. ആ ദിവസം ജനങ്ങളെല്ലാം വിതറപ്പെട്ട പാറ്റകളെപ്പോലെ പറന്നു നടക്കും. ശക്തമായ കാറ്റും ഭീകരതയും കാരണത്താൽ ജനങ്ങളെല്ലാം വിതറപ്പെട്ട പാറ്റകളെപ്പോലെ അന്തരീക്ഷത്തിലൂടെ പറന്നു നടക്കുന്ന ആ മഹാസംഭവം. യൗമ യകൂനുൻ നാസു കൽ ഫറാശിൽ മബ്സൂസ്.
ജനങ്ങളെല്ലാം വിതറപ്പെട്ട പാറ്റകളെപ്പോലെയാകുന്ന ദിവസം. മാത്രമല്ല വതകൂനുൽ ജിബാലു കൽഹനിൽ മൻഫൂസ്, വതകൂനുൽ ജിബാലു കൽഹനിൽ മൻഫൂസ്, പർവ്വതങ്ങളെല്ലാം പൊടിക്കപ്പെട്ട് കടഞ്ഞ പഞ്ഞി പോലെയാകുന്ന സമയം. ആ ദിവസം പർവ്വതങ്ങളെല്ലാം പൊടിക്കപ്പെട്ട് അത് ധൂളികളാക്കപ്പെട്ട് പർവ്വതങ്ങൾ കടയപ്പെട്ട പഞ്ഞി പോലെയാകുന്ന സമയം, ദിവസം. വതകൂനുൽ ജിബാലു കൽഹനിൽ മൻഫൂസ്, വതകൂനുൽ ജിബാലു കൽഹനിൽ മൻഫൂസ്, പർവ്വതങ്ങളെല്ലാം കടയപ്പെട്ട പഞ്ഞി പോലെയാകുന്ന ദിവസം. ഫഅമ്മാ മൻ സഖുലത് മവാസീനുഹു, എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, ആ ഭീകരമായ ആ ഭയാനകമായ ദിവസത്തിൽ ആർക്കാണ് രക്ഷയുള്ളത്, ആർക്കാണ് ശിക്ഷയുള്ളത്, ആർക്കാണ് ആ ഭീകരമായ ആ നടുക്കുന്ന ആ ഭീകരമായ ആ ദിവസത്തിൽ രക്ഷയുള്ള വിഭാഗമേതാണ്, പരാജയപ്പെടുന്ന വിഭാഗമേതാണ് എന്ന് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുകയാണ്. ഫഅമ്മാ മൻ സഖുലത് മവാസീനുഹു ഫഹുവ ഫീ ഐശത്തിർ റാളിയ, ഫഅമ്മാ മൻ സഖുലത് മവാസീനുഹു, അമ്മാ മൻ സഖുലത് മവാസീനുഹു, ഫഅമ്മാ മൻ സഖുലത് മവാസീനുഹു ഫഹുവ ഫീ ഐശത്തിർ റാളിയ, ആരുടെ മീസാനാണോ ഭാരം തൂങ്ങിയത്, ഫഅമ്മാ മൻ സഖുലത് മവാസീനുഹു, ആരുടെ മീസാനാണോ, ആരുടെ തുലാസാണോ നന്മയും തിന്മയും തൂക്കിക്കണക്കാക്കുന്ന ആ മീസാൻ, ആരുടെ മീസാനാണോ നന്മയുടെ ഭാഗം ഭാരമായത്, ഫഹുവ ഫീ ഐശത്തിർ റാളിയ, ഫഹുവ ഫീ ഐശത്തിർ റാളിയ, അവൻ വളരെ സന്തോഷകരമായ ജീവിതത്തിലാണ്, അവൻ വളരെ സന്തോഷകരമായ തൃപ്തിപ്പെടുന്ന സ്വർഗത്തിലുള്ള ജീവിതത്തിലാണ് അവൻ പ്രവേശിക്കുന്നത്. ഫഅമ്മാ മൻ സഖുലത് മവാസീനുഹു ഫഹുവ ഫീ ഐശത്തിർ റാളിയ, ആരുടെയെങ്കിലും വല്ലവൻ്റെയും മീസാൻ ഭാരമേറിയാൽ, മീസാനിൽ നന്മയുടെ ഭാഗം മുൻതൂക്കമായാൽ അവൻ സന്തോഷകരമായ ജീവിതത്തിലാണ്, അവൻ സ്വർഗത്തിലാണ് എന്ന് അല്ലാഹു തആല പഠിപ്പിക്കുന്നു. അപ്പോൾ സ്വർഗത്തിൽ കടക്കുന്ന വിഭാഗത്തിൻ്റെ അവസ്ഥ, സ്വർഗത്തിൽ കടക്കുന്ന വിഭാഗം ആരാണ്? അവരുടെ നന്മകൾ ധാരാളമായി ചെയ്ത് ആ നന്മയുടെ ഭാഗം മുൻതൂക്കമായിരിക്കുന്നു. ആ വിഭാഗമാണ് സ്വർഗത്തിൽ കടക്കുന്ന വിഭാഗമെന്ന് അല്ലാഹു തആല പഠിപ്പിക്കുന്നു. ഇനി രണ്ടാമത്തെ വിഭാഗം, വഅമ്മാ മൻ ഖഫ്ഫത് മവാസീനുഹു ഫഉമ്മുഹു ഹാവിയ, വഅമ്മാ മൻ ഖഫ്ഫത് മവാസീനുഹു, വല്ലവൻ്റെയും മീസാൻ ഭാരം കുറഞ്ഞാൽ ഫഉമ്മുഹു ഹാവിയ, അവൻ്റെ അഭയസ്ഥാനം ഹാവിയയാകുന്നു. വല്ലവൻ്റെയും നന്മയുടെ ഭാരം കുറഞ്ഞാൽ തിന്മയുടെ ഭാഗം മുൻതൂക്കമാവുകയും നന്മയുടെ ഭാരം കുറയുകയും ചെയ്താൽ അവൻ്റെ ജീവിതം വളരെ ബേജാറിലാണ്. ഉമ്മുഹു ഹാവിയ, അവൻ്റെ അഭയസ്ഥാനം ഹാവിയ ആകുന്നു. എന്താണ് ഹാവിയ? ഓ പുന്നാര നബിയേ, എന്താണ് വമാ അദ്റാക മാ ഹിയ, എന്താണ് ഹാവിയ എന്ന് പറഞ്ഞാൽ തങ്ങൾക്കറിയാമോ? വമാ അദ്റാക മാ ഹിയ, എന്താണ് മാഹിയ എന്ന് പറഞ്ഞാൽ ഓ നബിയേ തങ്ങൾക്കറിയാമോ? നാറുൻ ഹമിയ, അത്
കത്തുന്ന തീയാണ്, നരകാഗ്നിയാണ്. ഹാമിയ എന്ന് പറഞ്ഞാൽ നാറുൻ ഹാമിയ എന്ന് പറഞ്ഞാൽ അത് കത്തിക്കൊണ്ടിരിക്കുന്ന, കത്തുന്ന, ജ്വലിക്കുന്ന, ശക്തമായ ചൂടിൽ ജ്വലിക്കുന്ന തീയാണ്, നരകാഗ്നിയാണ് എന്നർത്ഥം. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട ചെറൂർ ഹൈസ്കൂളിലെ എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ വിദ്യാർത്ഥികളെ, എൻ്റെ മക്കളെ, നമ്മുടെ ഈ ചെള്ളപറമ്പൻ മീഡിയ എന്ന ഈ യൂട്യൂബ് ചാനൽ ഇത് നിങ്ങൾക്കുള്ളതാണ്. ഇത് നിങ്ങളുടെ ചാനലാണ്. ഈ ചാനലിൻ്റെ വരുമാനം മുഴുവനും എൻ്റെ ചെറൂർ ഹൈസ്കൂളിലുള്ള വിദ്യാർത്ഥികൾക്കുള്ളതാണ്. അവിടെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരും പഠിച്ചു പോയവരുമായ 40,000-ത്തിലധികം എൻ്റെ പ്രിയപ്പെട്ട മക്കൾക്കുള്ളതാണ്. എത്ര കോടിക്കണക്കിന് രൂപ ഭാവിയിൽ കിട്ടിയാലും അതെല്ലാം എൻ്റെ ചെറൂർ ഹൈസ്കൂളിലെ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുമായ എൻ്റെ മക്കൾക്കാകുന്നു. അതുകൊണ്ട് നിങ്ങളെന്ത് വേണം? നിങ്ങൾക്ക് വരുമാനം കിട്ടിത്തുടങ്ങിയാൽ അത്യാവശ്യമുള്ളവരെല്ലാം എന്നെ സമീപിക്കാം. ഇതിൻ്റെ വരുമാനത്തിൽ നിങ്ങളുടെ അത്യാവശ്യം ഞാൻ കണ്ടറിഞ്ഞ് നിങ്ങൾക്ക് ഇത് ചെലവഴിക്കുന്നതാണ്, അന്വേഷിച്ച് ചെലവഴിക്കുന്നതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കൾ, നിങ്ങൾ ചെയ്യേണ്ടത് ഈ ചെള്ളപറമ്പൻ മീഡിയ എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ വല്ലാതെ പ്രചരിപ്പിക്കണം. ആദ്യം നിങ്ങളെ വീട്ടിലുള്ള എല്ലാ ഫോണുകളിലും ചെള്ളപറമ്പൻ മീഡിയ തുറന്ന് അത് മുഴുവനും കണ്ട് അത് ലൈക്ക് ചെയ്ത്, കമൻറ്റ് ചെയ്ത്, ഷെയർ ചെയ്ത്, അങ്ങനെ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. എന്തിനാണ് ഈ ചാനൽ, അതിൻ്റെ ലക്ഷ്യമെന്താണ്, അവരോട് പ്രചരിപ്പിക്കാൻ പറയണം. അവർക്ക് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതൊന്നൊരു നന്മയാണ്. പാവപ്പെട്ട ധാരാളം മക്കൾ, അതുപോലെ പാവപ്പെട്ടവരുമല്ല പണക്കാരുമല്ല, രണ്ടിലും പെടാത്ത ഒരുപാട് കഷ്ടപ്പെടുന്ന രക്ഷിതാക്കളുണ്ട്. അവരുടെ മക്കൾ പഠിക്കുന്നുണ്ട്. അവർക്കെല്ലാം ഇൻഷാ അല്ലാഹ് ഈ ചാനൽ വിജയിച്ചു കഴിഞ്ഞാൽ, ഈ ചാനൽ കോടിക്കണക്കിന് രൂപ, എത്ര കോടിക്കണക്കിന് രൂപ ഭാവിയിൽ ഇതിന് ലഭിച്ചാലും അതെല്ലാം എൻ്റെ ചെറൂർ ഹൈസ്കൂളിലെ മക്കൾക്കുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കി നിങ്ങൾ ഇത് നന്നായി പ്രചരിപ്പിച്ച് ഇതിൻ്റെ സബ്സ്ക്രൈബ്സും വ്യൂസും എല്ലാം വർദ്ധിപ്പിക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. നീട്ടുന്നില്ല. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.